ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഒരു വ്യത്യാസവുമില്ലാതെ കിട്ടുന്ന ഒന്നേ ഉള്ളൂ. അതെന്താ? എന്താ അല്ലേ? പൈസ, പണം കുറച്ച് പേർക്ക് കുറവാണ് അല്ലേ, കുറച്ചുള്ള ആളുകളുണ്ട്, കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല എന്നൊരിക്കലും നമുക്ക് ഈ ലോകത്ത് പറയാൻ പറ്റില്ല. കാരണം നമുക്കും നമ്മളടങ്ങുന്ന എല്ലാവർക്കും ഈ ലോകത്ത് സക്സസ് ആയ എല്ലാവർക്കും ഒരുപോലെ യൂണിഫോമായി കിട്ടുന്ന ഒരു കാര്യമാണ് എന്താണ്? സമയം. ഉറപ്പല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ദിവസം 24 മണിക്കൂർ അല്ലേ? ഈ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുക, എന്തിനൊക്കെയാണ് നിങ്ങളുടെ സമയം നിങ്ങൾ മാറ്റിവെക്കുക എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ നോട്ട് പാഡിൽ എഴുതുമോ? വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഒരു ദിവസം ഞാൻ രാവിലെ ഒരു ദിവസം ഇത്ര സമയം ഞാൻ ഉറങ്ങും. എത്ര മണിക്കൂർ ഉറങ്ങും? മിനിമം ഒരു 6 മണിക്കൂർ. ഓന്നെ നോക്കണേ, ഇയാളെന്തേ പറയണ 6? ബാക്കി ആർക്കാ സമയമല്ലേ? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അല്ലേ, നമുക്കൊരു കൂട്ടുകാരന്മാരില്ല അങ്ങനെ എപ്പോൾ വിളിച്ചാലും ഉറങ്ങിക്കൊണ്ട് കുറേ ആൾക്കാർ അല്ലേ ഉണ്ടാവില്ലേ? ഓരോന്നും മനസ്സിൽ കാണണ്ട. നിങ്ങളെ ഒരു എത്ര മണിക്കൂർ ഉറങ്ങും എഴുതുക. ഇനി ഞാൻ ക്യാമ്പസിലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്ഥലത്തായിരിക്കും. എത്ര മണിക്കൂർ? ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ അവിടെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ എത്ര സമയം ക്ലാസ്സിലുണ്ടാവും, എത്ര സമയം പുറത്തുണ്ടാവും, എത്ര സമയം കൂട്ടുകാരൊപ്പം ഉണ്ടാവും? ജസ്റ്റ് പെട്ടെന്ന് എഴുതിയാൽ മതി. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, നിങ്ങൾ ക്യാമ്പസിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന സമയം, റെഡി ആവാൻ എത്ര സമയം വേണം? നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി അല്ലേ? വളരെ കുറഞ്ഞ സമയം നമുക്ക്. കൂടുതൽ സമയം വേണ്ടി ഇപ്പുറത്തായിരിക്കും. എനിക്ക് എഴുതട്ടോ, നിങ്ങളുടേതാണ് എഴുതേണ്ടത്. നിങ്ങൾ എഴുതണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനൊക്കെ സമയം ചെലവഴിക്കും? എഴുതിക്കോ, ഒരു മടിയും വേണ്ട. എന്തോന്നുണ്ട് പറയണില്ല, എഴുതിക്കോളൂ. എത്ര സമയം ചെലവഴിക്കും അതിന്? അത് ചിലപ്പോൾ കിടന്നിട്ടായിരിക്കും, ചിലപ്പോൾ ഇരുന്നിട്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ പുറത്തായിരിക്കും, ബൈക്കുമ്പോൾ പോകുമ്പോഴായിരിക്കും. എപ്പോഴും ആ സാധനം നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അതിന് എത്ര സമയം ചെലവഴിക്കും നമ്മൾ? എഴുതാൻ കഴിയുന്നില്ല എന്നൊക്കെ അവിടുന്ന് പറയണേ. അത്രയും സമയം ചെലവഴിക്കോ? അതെ, 24 മണിക്കൂർ കൂടുതലില്ല കേട്ടോ ഒരു ദിവസം. നിങ്ങൾ എഴുതിയ സമയം അതിൽ കൂടുതൽ പോകാൻ പാടില്ല. നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ്? ഉറപ്പാണോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉറപ്പാണ് അല്ലേ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂലധനം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സമയത്തെ നിങ്ങൾ പാഴാക്കി കളയരുത്. അത്രയും പ്രധാനപ്പെട്ടതാണ് സമയം. എത്ര പ്രധാനപ്പെട്ടതാണെന്നറിയോ? ഇപ്പം നിങ്ങൾ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുക വിചാരിക്കുക. നമ്മൾ നടന്നു പോവാണ്, നമ്മുടെ കീശയിൽ നിന്ന് 500 രൂപ താഴെ വീണു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നോക്കുമ്പോൾ കാശ് കാണാനില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പോകുന്ന വഴിയിൽ കുറച്ചൊക്കെ ഒന്ന് പോയി നോക്കും എവിടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വിളിച്ചു ചോദിക്കും അല്ലേ, അവിടെ എങ്ങനെ ഒരു 500 രൂപ പോയിട്ടുണ്ട് അല്ലേ, നിനക്ക് കിട്ടിയോ, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ വീണിട്ടുണ്ടോ അല്ലേ. നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും? നമുക്ക് ഒരു 500 രൂപ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം അല്ലേ. അതേ സമയം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാതെ 5 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് യാതൊരു സങ്കടമില്ല. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കിയേ, 500 രൂപയുടെ വില പോലും 5 മണിക്കൂർ വെറുതെ കളഞ്ഞതിലുള്ള സങ്കടം നമുക്കില്ല. 500 രൂപ പോയപ്പോൾ ഭയങ്കര സങ്കടം, 5 മണിക്കൂർ പോയപ്പോൾ നമുക്ക് യാതൊരു സങ്കടവും ഇല്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സമയം. ഈ ലോകത്ത് മരിച്ചു പോയവർക്കെല്ലാം നിലച്ചു പോയത് സമയമാണ്. എത്രയാണെന്ന് അറിയാതെ നമുക്ക് ബാക്കിയുള്ളതും ഇനി എന്താണ്? സമയമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സമയം. ആ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം?
എങ്ങനെ ഉപയോഗിക്കണം? എങ്ങനെയൊക്കെ ഉപയോഗിക്കണം? പറഞ്ഞോ. ഒരു ഐഡിയ ഇല്ല അല്ലേ? എന്നാ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന ചോദ്യം ഞാൻ മാറ്റാം. നമ്മുടെ കറണ്ട്, നമ്മുടെ സമയം നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് സമയം ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? എവിടെയാ? എവിടെയാ? എന്താണെങ്കിലും നമ്മുടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? അല്ലേ? ഫോണെന്ന് പറയേണ്ട, സോഷ്യൽ മീഡിയ അല്ലേ? ഞാൻ അടക്കമുള്ള നമ്മുടെ ഈ പ്രായത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? സോഷ്യൽ മീഡിയ. നിങ്ങളുടെ ഫോണുണ്ടോ കയ്യിൽ? ഉണ്ടോ? സ്ക്രീൻ ടൈം നോക്കാൻ അറിയോ? ജസ്റ്റ് ഒന്ന് നോക്കുമോ? നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുമോ? സ്ക്രീൻ ടൈം എത്രയാ? പറയണ്ട കേട്ടോ, നോക്കിയാൽ മതിയേ. നമ്മൾ ആലോചിക്കണം കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തെയാണ് നമ്മൾ അനാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്ത്യൻ പൗരൻ ആവറേജ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന കണക്ക് 6 മണിക്കൂറാണ്. 6 മണിക്കൂർ. ഒരു ദിവസങ്ങൾ 6 മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ എത്ര മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കളഞ്ഞു? അങ്ങനെയാണെങ്കിൽ നമ്മൾ 50-60 കൊല്ലം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു ഭൂരിഭാഗം സമയവും നമ്മൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ മീഡിയ. ഇനി ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്കെന്താ ഉപയോഗം, അല്ലെങ്കിൽ നമുക്കെന്താ ഉപകാരം? എന്താ ഉള്ളത്? അവിടെ വളരെ പ്രധാനപ്പെട്ട, ഇവിടെ ഉദ്ഘാടന സെഷൻ മുതൽ തുടങ്ങി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? അഡിക്ഷൻ അല്ലേ? എന്താ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിനോ, നമ്മുടെ കുടുംബ ജീവിതത്തിനോ, സമൂഹത്തിനോ, ഈ നാടിനോ ഒരു നിലക്കും ഉപകാരമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ഉപകാരമില്ല. സോഷ്യൽ മീഡിയ ഈസ് എ ഗ്രേറ്റ് ടൂൾ, നോ ഡൗട്ട്. ഏറ്റവും നല്ലൊരു ടൂളാണ് സോഷ്യൽ മീഡിയ. പക്ഷേ നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നം നിങ്ങൾ നോക്കൂ. അമേരിക്കയിലെ സൈക്കാട്രിസ്റ്റ് അസോസിയേഷനൊക്കെ IAD എന്ന് പറയുന്ന ഒരു ടേം തന്നെ ലോകത്തോട് സംവദിച്ചു കഴിഞ്ഞു. IAD, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ടേം തന്നെ സംവദിച്ചു കഴിഞ്ഞു. അഡിക്ഷൻ അല്ലേ? നമുക്ക് അഡിക്ഷനിലെ പ്രശ്നം അറിയോ? നമ്മുടെ ശരീരത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു ഹോർമോൺ അല്ലേ? ഏതാ അല്ലേ? ഒരു ഷോർട്ട് ടേൺ ഡോപ്പമൈൻ റഷ് ഉണ്ടാക്കും നമ്മൾ സോഷ്യൽ മീഡിയ. ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട് അവിടെ. അഥവാ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഒരു പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ഇന്ന് സെൽഫിസത്തിൻ്റെ ലോകമാണ് അല്ലേ? നെറ്റീസൺ എന്നൊരു പ്രയോഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെറ്റീസൺ. നമ്മൾ സിറ്റീസൺ എന്ന് പറയില്ലേ? നമ്മളൊക്കെ നെറ്റീസൺകാരായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ തലമുറ. നെറ്റീസൺ ന്യൂയോർക്കിൽ നടന്നൊരു പഠനത്തിലെ ഒരു വേർഡാണത്, നെറ്റീസൺ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നെറ്റീസനാണ് നമ്മളൊക്കെ. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പോസ്റ്റ് ഇടുന്നു അല്ലേ? ആ പോസ്റ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കണേ? ലൈക്ക്, കമൻറ്റ് അല്ലേ? അതിനിങ്ങനെ നമ്മൾ കാത്തിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ചെറിയ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാകുന്നു, ഒരു ഡോപ്പമൈൻ റഷ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെന്നറിയോ? നമുക്ക് പണ്ട് കാലത്ത് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അവർ എന്ത് കിട്ടണം? ഒന്നുകിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം, അധ്യാപകൻ്റെ അടുത്ത് നിന്ന് കിട്ടും. അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല അഭിസംബോധനകളും നമുക്ക് കിട്ടും, സന്തോഷം കിട്ടും. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അതും കൂടെ എളുപ്പമാക്കണം. അപ്പം എന്ത് ചെയ്തു? അവിടേക്ക് ലഹരി കയറി വന്നു. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് പോലെയുള്ള, ആൽക്കഹോൾ പോലെയുള്ളതൊക്കെ കയറി വന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴോ അത് സോഷ്യൽ മീഡിയയിൽ നിന്നായി. എങ്ങനെയാ? ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമുക്കതിന് ലൈക്കും കമൻറ്റും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഒരാളതിന് കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫോട്ടോത്തിന് കമൻറ്റ് ചെയ്തു, അടുത്ത ഫോട്ടോ എന്താവണം? ഇതിനേക്കാൾ നന്നാവണം. അപ്പം എന്ത് ചെയ്യും? നമ്മൾ സെൽഫിസ്റ്റിക് ആയിട്ട് മാറും. സെൽഫിസ്റ്റിക് അല്ല, സെൽഫിസ്റ്റിക്.
അഥവാ സ്വന്തത്തോടുള്ള അമിതമായ ഭ്രമം, അമിതമായ ഇഷ്ടം. അപ്പം എന്ത് ചെയ്യും? രാവിലെ എണീച്ചാൽ ഒരു സെൽഫി, ഉച്ചക്ക് വിത്ത് ലഞ്ച് ഒരു സെൽഫി, നീ എവിടെയാ വിത്ത് ചായ ഗ്ലാസ്സുമായിട്ടൊരു സെൽഫി, അല്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ അപ്പോഴൊരു സെൽഫി. 1, 2, 3, 4 ആൾ കൂടുമ്പോഴത്തേക്ക് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഒന്നുണ്ട് എങ്കിൽ നമുക്കൊരു ഡിസോർഡർ ബാധിച്ചിട്ടുണ്ട് എന്ന ചിന്ത നമുക്ക് വേണം. എന്താ ചെയ്യുന്നത് നമ്മൾ? ആ ഡിസോർഡറിലൂടെ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്നു. നമ്മൾ നശിപ്പിച്ച് കളയുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ? പാബ്ലോ പിക്കാസോ ആരാ? പാബ്ലോ പിക്കാസോ ആരാ? ആർട്ടിസ്റ്റാണ് അല്ലേ? അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ പിറകെ ഓടി വന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, എനിക്ക് ഒരു ചിത്രം വരച്ചു തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ അടുത്ത് ഞാൻ ചിത്രം വരയ്ക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും കയ്യിലില്ല. ആ സ്ത്രീ വീണ്ടും ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഒരു ചിത്രം വരച്ചു തരുമോ? അപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു പേന എടുത്തൊരു പേപ്പറിൽ ഒരു ചിത്രം വരച്ചു കൊടുത്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ട്, 1 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1, 2, 1 മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം വരച്ചു കൊടുത്തു നമുക്ക് കാണാം. ആ ചിത്രം വരച്ചു കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇത് ഏറ്റവും വാല്യൂ ഉള്ളൊരു ചിത്രമാണ് കേട്ടോ, നീ സൂക്ഷിക്കണം. അപ്പോൾ വലിയ സന്തോഷമായി, കാരണം ഒരു ഇഷ്ടതാരം തനിക്കൊരു ചിത്രം വരച്ചു തന്നല്ലോ. ആ സ്ത്രീ അത് കുറേ കാലം സൂക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് വിൽക്കാൻ വേണ്ടി പോയി. നല്ലൊരു വലിയ തുകയ്ക്ക് ആ ചിത്രം വിൽപ്പന ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പിക്കാസോയെ കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്നെ നിങ്ങളുടെ ശിഷ്യയാക്കാമോ? എന്നെ ഇത് പഠിപ്പിക്കാമോ? കാരണം ഇങ്ങനെ പെട്ടെന്ന് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ എനിക്കും കുറേ സമ്പത്ത് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിക്കാസോ പറഞ്ഞൊരു വാക്കുണ്ട്, 1 മിനിറ്റ് കൊണ്ട് ഞാൻ നിനക്ക് വരച്ചു എന്ന ചിത്രത്തിൻ്റെ പിറകിൽ 30 വർഷത്തെ എൻ്റെ കഠിനാധ്വാനമുണ്ട്. എത്ര വർഷം? 30 വർഷത്തെ കഠിനാധ്വാനം ഉണ്ട് എന്നാ. ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ ഉപയോഗിക്കേണ്ട സമയത്തെയാണ് നമ്മൾ ശരാശരി 6 മണിക്കൂർ വെച്ച് ബിഹേവിയർ ഡിസോർഡർ, മെൻ്റൽ ഡിസോർഡർ പോലെയുള്ള കാരണങ്ങൾക്ക് വിധേയമാക്കി നമ്മുടെ സമയത്തെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ആ സമയത്തെ തിരിച്ചു പിടിക്കണ്ടേ? പെട്ടെന്നൊന്നും മാറാൻ കഴിയുന്നില്ല. ഈ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക ഇനി? അല്ലേ, അഡിക്ഷൻ ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഡോക്ടറെ ഒന്നും പോയി കണ്ട നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. നമുക്കത് എങ്ങനെ അറിയാൻ പറ്റുക? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഈ സാധനം ഒഴിവാക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പൂർണ്ണമായും സോഷ്യൽ മീഡിയ ഒഴിവാക്കിയിട്ട് ഒരു ദിവസം 24 അവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? കഴിയുന്നുണ്ടോ നോക്കുക. അതും അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. നെറ്റ് കയ്യാനാകുമ്പോൾ, ഡാറ്റ കയ്യാനാകുമ്പോൾ അസ്വസ്ഥത ഉണ്ടോ? മനസ്സിൽ അസ്വസ്ഥത ഉണ്ടോ? ഇനി ഡാറ്റ കഴിഞ്ഞു, കുറച്ചോടെ എൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും, ആ ഫോട്ടോത്തിന് എന്താ കമൻ്റ് ഉണ്ടാവുക, അസ്വസ്ഥത ഉണ്ടോ മനസ്സിൽ? ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ചെറിയ രീതിയിൽ നമ്മുടെയും ആ ഡിസോർഡർ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ചെറിയ കാര്യമല്ല. കാരണം അത്രയും സമയം നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം ഇപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എവിടെയാണ്? സോഷ്യൽ മീഡിയ. രണ്ടാമതൊന്നുണ്ട്. ഏതാ? കുറേ ഉണ്ട് കേട്ടോ, ഞാൻ 2 പറയുന്നുള്ളൂ. ഏതാ? സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ അല്ലേ? സെലിബ്രേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്നലെ 4 പേർ, എന്ത് ആനന്ദമാണ് ഇന്ന് കിട്ടിയത്? എന്ത് ആനന്ദമാണ് കിട്ടിയത് അല്ലേ? ഒന്ന് ചിന്തിക്കണ്ട നമ്മൾ അല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ചില സമയത്തൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രയാസം തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇന്ന് ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന അധ്യാപകർ, ടീച്ചർമാരൊക്കെ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ പ്രാർത്ഥിക്കുന്നതിനോ എന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. കാരണം അമ്മാതിരി സർപ്രൈസാണ് ക്യാമ്പസുകളിൽ നിന്ന്. അമ്മാതിരി സർപ്രൈസാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്ത് എന്താണ് ഞാൻ ആഘോഷിക്കേണ്ടത്, എന്താണ് ഞാൻ ആഘോഷിക്കാതിരിക്കേണ്ടത് എന്നുപോലും അറിയാത്ത രീതിയിലേക്ക് നമ്മൾ മാറി. ഇവിടെയൊക്കെ നമ്മൾ നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ സമയമാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഇപ്പം നിങ്ങളുടെ കയ്യിൽ അല്ലേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും അല്ലേ? ഇൻസ്റ്റാഗ്രാം അല്ലേ? ഇൻസ്റ്റാഗ്രാമിൻ്റെ ടാബ് എവിടെയുള്ളത്? ബട്ടൺ ടാബുകൾ എവിടെയുള്ളത്? എവിടെയുള്ളത്? മുകളിലാണോ താഴെയാണോ? മുകളിലെ താഴെ അല്ലേ? എന്താ താഴെ വെക്കാൻ കാരണം? താഴെ വെക്കാൻ കാരണം എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പിടിച്ചാൽ ഈ തള്ളവരൽ ഏറ്റവും എവിടേക്ക് ആദ്യം എത്തുക? മുകൾക്ക താഴ്ത്തുക അല്ലേ? താഴോട്ട്. നമ്മുടെ തള്ളവിരൽ നമ്മുടെ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. ഡിസൈനാണത് അല്ലേ? റീലിൻ്റെ ബട്ടൺ എവിടെയുള്ള? റീലിൻ്റെ എവിടെയാ? സെൻറ്ററിൽ. ഇന്ന് സെൻറ്ററിലാവാൻ കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണത്, പെട്ടെന്ന് കൈകളിലെത്താൻ. ഇതൊക്കെ കൃത്യമായി ഇതിൻ്റെ പിറകിൽ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ പിടിച്ചിരുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആഘോഷങ്ങളും അതുപോലെ തന്നെയാണ്, നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ്. ഇത്തരം ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മളതിൻ്റെ പിറകെ പോകും. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ഏറ്റവും വിലപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ സമയം. ആ സമയത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുന്ന എവിടെയാണ്? സോഷ്യൽ മീഡിയ. രണ്ട്, നമ്മുടെ സെലിബ്രേഷനിലാണ് അല്ലേ? അവിടെ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരണം അല്ലേ? അപ്പം നമ്മുടെ സമയം നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റീവായി, പ്രൊഡക്റ്റീവായി നമുക്ക് എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ കഴിയണം. 60 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ശരാശരി പകുതി സമയം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഉറക്കം അല്ലേ? രാത്രി ഉറക്കല്ലേ? ശരാശരി 60 വയസ്സ് ജീവിക്കുന്ന ഒരാൾ 30 വർഷം കിടന്നുറങ്ങും അല്ലേ? ബാക്കി എത്ര ഉണ്ട്? 30 ഉണ്ട് അല്ലേ? ആ 30ൻ്റെ പകുതി എവിടെ പോകും? തേരാപാര അല്ലേ? തെക്ക് വടക്ക് നടന്ന് നമ്മൾ സ്കൂള്, കോളേജ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇനി ബാക്കിയുള്ള 15 നിങ്ങൾ 3 ആക്കി നോക്കിയേ. 5 അല്ലേ? ഒരു 5 വർഷം എന്ത് ചെയ്യും? ഇപ്പം നിങ്ങളിരിക്കുന്ന ഈ കാലഘട്ടം, സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിങ്ങളിരിക്കുന്ന ഈ 5 വർഷം, ഇതും കഴിഞ്ഞൊരു 5 വർഷം നിങ്ങളിനി ഫാമിലിയിലേക്ക് പോകും. കുടുംബം, മറ്റു കാര്യങ്ങളും തിരക്കുമായിട്ട് മുന്നോട്ട് പോകും. അതും കഴിഞ്ഞൊരു 5 വർഷമുണ്ട്. അവിടെ എന്തായി? അവിടെ നമ്മുടെ മേക്കപ്പ് സെറ്റുകൾ അനാഥമാകുന്ന കാലം, കണ്ണാടികൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്ന് കാത്തിരിക്കുന്നൊരു കാലം, നമ്മുടെ മുടികൾ വെളുത്തു, തൊലികൾ ചുളിഞ്ഞ് നമ്മളെന്തായി? വാർദ്ധക്യമായി. 60 വയസ്സ് കഴിഞ്ഞു, ഖലാസ്. ആലോചിച്ച് നോക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഈ സമയത്ത് വേണം നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് എവിടേക്ക് വരാൻ? നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ, ഈ ലോകത്തിന് ഏറ്റവും നല്ല നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ, നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല നന്മയിലൂടെ കൊണ്ടുപോകാൻ ഇത്രേ സമയമുള്ളൂ. ഈ സമയത്തെ നമ്മൾ അനാവശ്യമായി ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയിലും സെലിബ്രേഷനുമായി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. നമ്മുടെ സമയത്തെ നമുക്ക് ഒട്ടും നഷ്ടപ്പെടുത്തിക്കൂടാ അല്ലേ? നമ്മൾ പറയാറുണ്ട് സാധാരണ, ഒരു വർഷത്തിൻ്റെ വില അറിയാൻ എന്ത് ചെയ്താൽ മതി? വാർഷിക പരീക്ഷയിൽ തോറ്റുപോയൊരു കുട്ടിയോട് ചോദിച്ചാൽ മതി. ഒരു വർഷം അവൻ്റെ ലൈഫിൽ പോകുമ്പോൾ മനസ്സിലാവും അല്ലേ? മാസത്തിൻ്റെ വില അറിയണമെങ്കിലോ ഉമ്മമാരോട് ചോദിച്ചാൽ മതി. മാസം പൂർണ്ണമായും വളർച്ചയെത്താതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാലുണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ മതി അല്ലേ? ഏറ്റവും താഴത്തേക്ക് വരും നമ്മൾ. മിനിറ്റുകളുടെ വില അറിയാൻ ആരോട് ചോദിച്ചാൽ മതി? ആരോട് ചോദിക്കണ്ടേ? ട്രെയിന് മിസ്സായതൊക്കെ പഴയ കാല. ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ഏതാ? ലോകകപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞു അല്ലേ? ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ഏഞ്ചൽ മാത്യൂസിനോട് ചോദിച്ചാൽ മതി അല്ലേ? ബാറ്റ് ബോളും ചെയ്യാതെ, ഒരു ബോൾ പോലും അറ്റൻഡ് ചെയ്യാണ്ട് ക്രീസിൽ നിന്നും ഔട്ടായി കയറി പോകേണ്ടി വന്നു. സമയത്തിൻ്റെ വിലയാണ്. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 1,00,000 രൂപ ഇട്ട് തരാം. വൈകുന്നേരം 6 മണിക്ക് ആ പൈസ അവിടുന്ന് പോകും. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ പൈസ എങ്ങനെ വേണമെങ്കിലും ചിലവാക്കാം. കഴിയോ? നിങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്യൂലേ? ഇത്ര പൈസ ഇന്നതിന് പ്ലാൻ ചെയ്യൂലേ അല്ലേ? എന്തുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്? ആ പൈസ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല അല്ലേ? ഞാൻ ഈ പറഞ്ഞ വാക്കിന് ശേഷം
ആ കഴിഞ്ഞ ഒരു മിനിറ്റ് പോലും എനിക്ക് കിട്ടില്ല എന്ന ബോധ്യം നമുക്കുണ്ടായിട്ടും നമ്മുടെ സമയത്തെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും വലിയ വിഡ്ഢിയാരാ ഈ ലോകത്ത്? ഏറ്റവും വലിയ വിഡ്ഢിയാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ചോദിച്ചില്ലേ സ്വഹാബാക്കൾ, റസൂലേ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാരാ? ഏറ്റവും നല്ല മനുഷ്യനാരാ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി എന്താ? എംഫിലും PhD ഒക്കെ എടുത്ത് ഏറ്റവും നല്ല പഠനം നടത്തി മുന്നോട്ട് പോയി ഏറ്റവും വലിയ ജോലി നേടി ബിസിനസ് സംരംഭകനായ ആളുകളാണോ? അല്ല. ആയുസ്സിനെ ഉപയോഗപ്പെടുത്തിയവനാ. ആയുസ് കാലം, നമ്മുടെ സമയം, ഇതിനെ ഉപയോഗപ്പെടുത്തിയവനാണ് ഏറ്റവും നല്ല മനുഷ്യർ. നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ പറയും. 20 വയസ്സ്, 22 വയസ്സ്, 18 വയസ്സ് പ്രായമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറ, ഈ ഒരു പ്രായം കൊണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാണ് ഞാൻ എന്ന് പറയാൻ നമുക്ക് കഴിയോ? സമയത്തെ ഉപയോഗപ്പെടുത്തിയോ? ഇനി എവിടെയാണ് നമ്മുടെ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്? എവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മുടെ സ്വന്തത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കരിയർ നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? വേണം അല്ലേ? ഇനി ആ ജീവിതത്തിൻ്റെ ഓരോ മേഖല നോക്കിയാലും നമ്മുടെ കരിയറിന് നമുക്ക് ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ മേഖലയിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനേക്കാൾ ഉപരി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട രണ്ടാമത്തെ ഒരു ഭാഗം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. അവിടെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അല്ലേ? നമ്മുടെ സമയം നമ്മുടേത് മാത്രമാണോ? ആണോ? ആ ചിന്ത ഉണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. പ്രത്യേകിച്ച് വളരെ കൃത്യമായി ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു പോകുന്ന ഞാനും നിങ്ങളും ആ ചിന്ത മാറ്റണം. നമ്മുടെ സമ്പത്ത് നമ്മുടേത് മാത്രമാണോ? ആണോ? അല്ല. ആ സമ്പത്തിലെ അവകാശികൾ വേറെയുമുണ്ട്. ഓരോ വർഷം കൂടുമ്പോഴും നമ്മളത് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ മറ്റു രീതിയിലും നമ്മളത് സമ്പത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സമയം നമ്മുടേത് മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിൽ പറന്ന് നടക്കുന്ന പറവകൾക്ക് പോലും നമ്മുടെ സമയത്തിൽ അവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ജന്തുജാലങ്ങൾ മുതൽ ഈ സമൂഹം തൊട്ട് നമ്മുടെ കുടുംബം തൊട്ട് നമ്മളടക്കമുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ സമയത്തിന് വലിയ പ്രാധാന്യവും അവകാശവും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മളത് തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെ, സമയത്തെ, നിങ്ങളുടെ ജീവിതത്തെ ഒരു മരമായി നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു മരമായി നിങ്ങൾ കാണൂ. നിങ്ങളുടെ ജീവിതത്തിലെ 24 മണിക്കൂറാണ് ആ മരത്തിൻ്റെ കൊമ്പുകളെല്ലാം. മണിക്കൂറുകളാണ്, ചെറിയ ചെറിയ സെക്കൻഡുകളും മിനിറ്റുകളും. നിങ്ങൾ ഓരോന്ന് കൂട്ടി നോക്കൂ. ചെറിയ ശിഖരങ്ങളായി, ഇലകളായി. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മൈന്യൂട്ട് സെക്കൻഡുകളുമാണ് ആ മരത്തിലെ ഫലങ്ങൾ, കാഴ്വർഗ്ഗങ്ങൾ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മരത്തിലെ പഴം മധുരമുള്ളതാണോ? അതല്ല. ഒരു ചുവ വന്ന് അത് കടിച്ചാൽ തന്നെ മോശമാണെന്ന് തോന്നി വലിച്ചെറിയുന്നതാണോ നമ്മുടെ ജീവിതം? ഇനി നിങ്ങൾ പറ, നമുക്ക് നമ്മുടെ സമയത്ത് ഉപയോഗപ്പെടുത്തണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മൾ സെൽഫി സ്റ്റിക്കായി നമ്മളിങ്ങനെ കഥ കേട്ടിരുന്നാൽ മതിയോ? അല്ലേ? ലോകത്തിലെ ആരുമുണ്ടാക്കാത്ത ചായ, അതാണ് ടാഗ് ലൈൻ. നമ്മളത് ഓണാക്കും അല്ലേ? ഗ്യാസിന് പുറത്ത് വെള്ളം വെച്ച്, വെള്ളം ചൂടായി അതിക്ക് പൊടിയിട്ട് ചായ ഉണ്ടാക്കി മസ്റ്റ് ട്രൈ എന്ന് 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുന്ന വീഡിയോ കണ്ട് തീർക്കേണ്ടവരാണോ നമ്മൾ? ആണോ? അല്ലല്ലോ. നമ്മളടക്കമടങ്ങുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഡെവലപ്പിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, നിങ്ങളറിയോ സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ട സമയം എവിടെയാണെന്നുള്ളത്? എൻ്റെ മക്കളിൽ ആരൊക്കെ പാലിയേറ്റീവ് കെയറിൻ്റെ ഹോം കെയറിൽ പോയവരുണ്ട്? ജീവിതത്തിൽ ഇന്ന് വരെ പാലിയേറ്റീവിൻ്റെ ഹോം കെയറിൽ പോയ എൻ്റെ കുട്ടികാരുണ്ട് അവിടെ? ജീവിതം പഠിക്കും നമ്മൾ. നിങ്ങളിപ്പോൾ സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ട സമയം എവിടെ കൊടുത്തു? നമ്മൾ കൊടുത്തില്ലല്ലോ. ആ സമയവും നമ്മൾ ഇത്തരം ഡിസോർഡറുകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചിലവഴിച്ചില്ലേ? നിങ്ങൾ നോക്കൂ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പഠിക്കാൻ കഴിയാതെ, സമ്പത്തില്ലാതെ, ആരോഗ്യമില്ലാതെ, ക്യാമ്പസുകളിൽ എത്തിപ്പെടാതെ പ്രയാസപ്പെട്ട് നമ്മളടക്കം അറിയുന്ന ആളുകളിലും ചുറ്റുപാടിലും എത്ര കൂട്ടുകാരുണ്ട് നമുക്ക്? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ സമയത്തിൻ്റെ വാല്യൂ നമുക്കിവിടെ മനസ്സിലാവും. വെറുതെ കളയേണ്ടതല്ല സമയം.
വെറുതെ കളയേണ്ടതേ അല്ല സമയം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ സമയം കൊണ്ട് കഴിയണം. അപ്പോൾ നമ്മുടെ നമ്മുടെ സ്വന്തത്തിന് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കണം. കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി നമ്മുടെ സമയം നമ്മൾ ചിലവഴിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് അങ്ങനെ ആയിരിക്കണം. അതല്ലാതാകുമ്പോഴോ നമ്മൾ എന്നെന്നും അതുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഖേദിക്കുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? ഈ ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ചു വിട്ട നാഥൻ, സൃഷ്ടാവ്, ദൈവം, അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് നൽകിയ സകലമാന അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്താണ് ഈ അനുഗ്രഹങ്ങൾ? അതിലേറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഏത്? സമയം. നിങ്ങളുടെ ആയുസ് നിങ്ങൾ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നൊരു ചോദ്യത്തിൻ്റെ മുൻപിൽ പ്രിയമുള്ളവരെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പാടില്ല. പക്ഷേ നമുക്കറിയില്ല നമ്മുടെ സമയം. ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മുടെ ഈ ലോകത്തെ അവസാന ദിവസമെങ്കിൽ, ഇതിനു ശേഷം നമുക്ക് ഈ ദുനിയാവിൽ, ഈ ലോകത്ത് ഒരു ജീവിതം ഇല്ല എങ്കിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത് എങ്കിൽ, നമ്മളെ കാണാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഓടി വരുന്ന ഒരു നിമിഷമാണ്, സമയമാണ് ഇനി നമ്മുടെ ജീവിതത്തിലുള്ളത് എങ്കിൽ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകാൻ നമുക്ക് കഴിയോ? എന്നിട്ട് നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്ക്. നമുക്ക് മാറ്റി എഴുതാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ എഴുതിയ ചില സമയങ്ങളും കാര്യങ്ങളുമില്ലേ? ആ സമയത്തിൽ നിന്ന് ഇനി നമുക്ക് മാറ്റി എഴുതാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൻ്റെ സമയം വെറുതെ ഇരുന്ന് നഷ്ടപ്പെടുത്തി കളയാനല്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഡിസോർഡർ പ്രശ്നമുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നാളെ ചെയ്യാമെന്ന് നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഭീരുക്കൾ. കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്തെ ടെൻഷൻ എടുക്കാൻ നിങ്ങൾക്ക് വയ്യ. അതാണ് യാഥാർത്ഥ്യം, അല്ലേ? ഇപ്പോൾ ആ ഒരു ടെൻഷൻ ഏറ്റെടുക്കാൻ ഇന്നെ കൊണ്ട് വയ്യ, അതിനുവേണ്ടി നാളെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുക. അതല്ലേ സത്യം? നമ്മളെ തന്നെ നമ്മൾ പറ്റിക്കരുത്. നമ്മളെ തന്നെ പറ്റിക്കുന്നവർ നമ്മൾ തന്നെ ആയാൽ നമ്മളെ പിന്നെ ആര് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരും? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നിങ്ങൾ ആലോചിക്കുക. സ്വന്തത്തോട് നമ്മൾ തന്നെ പറ്റിക്കുകയാണ്. നമ്മളെ അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ വേൾഡ് നമ്മുടെ മുൻപിലുണ്ടായിട്ടും നമുക്ക് നമ്മുടെ സമയത്തെ മുന്നോട്ട് വെച്ച് പോകാൻ കഴിയാതെ നമ്മൾ പരസ്പരം സ്വന്തത്തെ പറ്റിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് വലിയ ലക്ഷ്യങ്ങളില്ലാതെ മുന്നോട്ട് പോയി പരാജയപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. അത് പാടില്ല. നമുക്ക് മാറ്റി എഴുതണം. നിങ്ങൾ എഴുതിയ സമയവും നിങ്ങളുടെ പ്രയോറിറ്റീസും നിങ്ങൾ മാറ്റി എഴുതണം. ഞാനും നിങ്ങളും മാറ്റി എഴുതണം. ഈ ലോകത്തോട് നമുക്ക് സംവദിച്ച്, ഈ ലോകത്തോട് ഏറ്റവും വലിയ കടപ്പാടും കടമയും ഉള്ളവരായി നമ്മൾ മുന്നോട്ട് പോകണം. സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമേറിയ ഒരു സമ്പത്താണ്, വിഭവമാണ് എന്ന ചിന്തയോടുകൂടി സമയത്തെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒരു നിമിഷം പോലും മ്ലേച്ഛമായ രീതിയിൽ, മോശമായ രീതിയിൽ, നശിപ്പിച്ച് കളയുന്ന രീതിയിൽ മുന്നോട്ട് പോകാതെ സമയത്തെ കൃത്യമായി ജീവിതത്തോട് ചേർത്ത് വെച്ച് പോകാൻ നമ്മളേവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ അവസരം നൽകിയ MSM IGM സമിതിയോട് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.